പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ചാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മാത്രമല്ല വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് ബെഞ്ചമിൻ ബെയ്ലി? മലയാള അച്ചടിയുടെ പിതാവ് ഒരു മിഷണറി ആയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഒരു ക്രിസ്തു മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു മലയാളത്തിൻ്റെ അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അദ്ദേഹം കേരളത്തിലെത്തുന്നത് ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വരവ് മലയാള ഭാഷയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനയാണ് നൽകിയത്. ജോസഫ് ബെയ്ലിയുടെയും മാർത്തയുടെയും മൂത്ത മകനായായിരുന്നു 1791 അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ചത്. മിഷണറി പ്രവർത്തനത്തിന് തെല്ലും തന്നെ താല്പര്യമില്ലാതിരുന്ന ബെയ്ലിയെ അതിലേക്ക് നയിച്ചത് തൻ്റെ സഹോദരിയായ സാറായുടെ രോഗമായിരുന്നു. 15 വയസ്സുള്ളപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വളരെയധികം ആകൃഷ്ടയായ സാറ മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടു. ആ രോഗക്കിടക്കയിൽ തന്നെ തൻ്റെ സഹോദരനായ ബെഞ്ചമിനെ മനസ്സുമാറ്റി മിഷണറി പ്രവർത്തനത്തിന് സജ്ജമാക്കുവാൻ സാറായ്ക്ക് കഴിഞ്ഞു. അങ്ങനെയിരിക്കവേ 1816 ആയപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയും തൻ്റെ ഭാര്യയായ എലിസബത്തും സഹോദരിയായ സാറ എന്നിവരടങ്ങുന്ന ഒരു ചെറിയ സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാൻ അന്നത്തെ CMS സമൂഹം തീരുമാനിക്കുകയും മെയ് 4 കപ്പൽ മാർഗം അവർ ഇന്ത്യയിലേക്ക് തിരിക്കുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ 8 ആയപ്പോൾ അവർ മദ്രാസിൽ എത്തി. 1 മാസം മദ്രാസിൽ ചിലവഴിച്ച ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് അവർ കേരളത്തിലേക്കും വന്നു. കുതിരവണ്ടിയിലും കാളവണ്ടികളിലുമായിരുന്നു അവരുടെ യാത്ര. ആദ്യം കൊച്ചിയിലും പിന്നീട് നവംബർ 19 ആയപ്പോഴേക്കും ആലപ്പുഴയിലും എത്തി. അന്ന് കേണൽ മാൻഡ്രോയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ താമസിച്ച് മലയാളവും പഠിച്ചു. അവിടെ വെച്ചായിരുന്നു ബെയ്ലി ദമ്പതികൾക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. ശേഷം കോട്ടയത്തും അവർ എത്തി. 1817 മാർച്ചിൽ അവിടെ പഴയ സെമിനാരിയിൽ അവർ താമസവും തുടങ്ങി. അന്ന് തിരുനക്കര ജനവാസമില്ലാത്ത ഒരു വനഭൂമിയായിരുന്നു. കോട്ടയത്തെ വ്യാപാര കേന്ദ്രത്തിനടുത്ത് തന്നെ താമസമാക്കിയ അദ്ദേഹം ആ കാലത്തെ പഠിത്ത വീട് എന്നറിയപ്പെടുന്ന കോട്ടയം പഴയ സെമിനാരിയിൽ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തു. തുടർന്ന് മിഷണറി പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി മുനിഷിമാരുടെ സഹായത്തോടെ മലയാള ഭാഷയും വശമാക്കി. കൂടാതെ സംസ്കൃതം, സുറിയാനി ഭാഷകളും പഠിച്ച് ചില പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. ബെയ്ലി പൂർണ്ണസമയം ബൈബിൾ വിവർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് ജോൺ ഫെൻ എന്ന പാതിരിയെ പ്രധാന അധ്യാപകനായി മാൻഡ്രോ നിയമിച്ചതിന് ശേഷമായിരുന്നു. മലയാളം പഠിച്ച ആദ്യ നാളുകൾ മുതൽ തന്നെ ബൈബിളിന്റെ വിവർത്തനവും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. മലയാള പഠനകാലത്ത് തന്നെ ബൈബിളിന് ഒരു നല്ല പരിഭാഷ ഉണ്ടാക്കാൻ ബെയ്ലി ശ്രമവും തുടങ്ങി. ഇവ ആദ്യമെല്ലാം താളിയോലകളിലും പിന്നീട് കടലാസിലും അദ്ദേഹം പകർത്തി. അന്ന് മലയാള അച്ചടിശാലകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസ്സും മദ്രാസിൽ നിന്ന് അച്ചുകളും വരുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ മർഡീക് തോംസൺ ആവശ്യപ്പെട്ട പ്രകാരം പ്രസ് ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലെത്തിക്കാൻ താമസിച്ചു. ബെയ്ലി സ്വന്തമായി ഒരു അച്ചടി യന്ത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു കൊല്ലന്റെ സഹായത്തോടെ അദ്ദേഹം അത് പൂർത്തിയാക്കി. 1821 ആയപ്പോൾ തന്നെ അച്ചടി ആരംഭിച്ചു. മദ്യ നിരോധിനി എന്ന ലഘുലേഖയാണ് അദ്ദേഹം ആദ്യമായി അച്ചടിച്ചത്. പിന്നീട് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷവും അച്ചടിച്ചു. കഥകളും ഉപനിഷത്തുകളും പിന്നീട് അച്ചടിച്ചു. 10 വർഷത്തെ നിരന്തരമായ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് 1829 ബൈബിളിലെ പുതിയ നിയമം മുഴുവനും പ്രസിദ്ധീകരിച്ചു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു 1846 അദ്ദേഹം അച്ചടിച്ചു. മലയാള ഭാഷയിലെ ആദ്യത്തെ മാസികയായ ജ്ഞാന നിക്ഷേപവും അദ്ദേഹം അച്ചടിച്ചു. 1871 ഏപ്രിൽ 3 ആയപ്പോൾ അദ്ദേഹം ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. ഒരു ക്രിസ്തു ഭക്തനായ അദ്ദേഹത്തിന് ഒരു ഭാഷ അച്ചടിച്ച് ബൈബിൾ മലയാളം ഭാഷയിൽ വിവർത്തനം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ, അത്രയും വലിയ ദൗത്യം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ, ക്രിസ്തു ഭക്തരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിനു വേണ്ടി ചെറുതും വലുതുമായ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. ആ കഴിവുകളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.